അതിന് രസതന്ത്രത്തിലെ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും സംഭവിക്കുന്നത് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. അതായത് ഒരു വസ്തുക്കൾ താപം ഏൽക്കുമ്പോൾ അവയ്ക്ക് വരുന്ന മാറ്റങ്ങളെയാണ് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നത്. താപോർജ്ജം സ്വീകരിക്കുമ്പോൾ വസ്തുക്കൾക്ക് സംഭവിക്കുന്നത് വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. അതായത് നമ്മൾ ചൂട് ഉപയോഗിക്കുമ്പോൾ താപോർജ്ജം സ്വീകരിക്കുമ്പോൾ വസ്തുക്കൾ ഒന്ന് ഖരാവസ്ഥയിലാണെങ്കിൽ അത് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിലാണെങ്കിൽ അത് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾക്കുണ്ടാകുന്ന മാറ്റം. വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നതിനെയാണ് രാസമാറ്റമെന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി സ്ഥിരമായതും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതുമായ മാറ്റമാണ് രാസമാറ്റം. അതായത് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുമ്പോഴോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി സ്ഥിരമായതും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതുമായ മാറ്റമാണ് രാസമാറ്റം. പഞ്ചസാര കത്തി കരിയാവുന്നത് ആസിഡും ആൽക്കരിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നത്, വിറക് കത്തി ചാരമാകുന്നത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, പാൽ പുളിച്ച് തൈരാകുന്നത്, മാവ് പുളിച്ച് പൊങ്ങുന്നത്, കാർബോഹൈഡ്രേറ്റിനെ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ വാതകമാക്കുന്നു, വസ്ത്രങ്ങൾ വെയിലേറ്റ് മങ്ങുന്നത്, മാങ്ങ പഴുക്കുന്നത്, എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മങ്ങുന്നത്, ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത്, ഇവയെല്ലാം രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. അതായത് പുതിയൊരു പദാർത്ഥമായി മാറുന്നു. ഇനി എന്താണ് ഭൗതിക മാറ്റം എന്ന് പറയാം. അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. അതായത് അവസ്ഥയ്ക്കും ആകൃതിയിലും വലുപ്പത്തിലും മാത്രമാണ് അതിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്ര ക്രമീകരണം വ്യത്യസ്തപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഭൗതിക മാറ്റം ഒരു താൽക്കാലിക മാറ്റമാണ്. അതിന് ഉദാഹരണമാണ് ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റമാണ്. ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റമാണ്. ജലം ഐസാകുന്നു, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുകുരുകുന്നു, ജലം നീരാവിയാകുന്നു, ജലം തിളക്കുന്നത്, കുപ്പി പൊട്ടുന്നത്, പേപ്പർ ചുരുട്ടുന്നത്, ഇതെല്ലാം ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്.